യു എയിൽ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. ഒന്ന് താപനിലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 50 ഡിഗ്രി സെൽഷ്യസിന് അടുത്തായിട്ടുണ്ട് യു എയിലെ താപനില. അൽദഫ്രയിൽ 49.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ചൂടുകാലത്ത് സ്വീകരിക്കേണ്ട എല്ലാവിധത്തിലുള്ള മുൻകരുതലുകളും എടുക്കണം എന്ന് ആരോഗ്യ മേഖല ഓർമ്മപ്പെടുത്തുന്നു. ധാരാളം വെള്ളം കുടിക്കുക, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് ഏറ്റവും അഭികാമ്യം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, മസാല ചേർന്ന ഭക്ഷണം ഒഴിവാക്കുക, അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിക്കേണ്ട സമയമാണെന്ന് പ്രത്യേകമായി ആരോഗ്യമേഖല ഓർമ്മപ്പെടുത്തുന്നു. യു എയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അഭിമാനകരമായ നേട്ടത്തിലേക്ക് യു എ വരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 200 രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ വിദേശ നിക്ഷേപം ഒഴുകിയെത്തിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ യു എക്ക് 2ാം സ്ഥാനമാണ്. അമേരിക്കയ്ക്കാണ് 1ാം സ്ഥാനം. അമേരിക്കയ്ക്ക് തൊട്ടുപിറകിൽ യു എയുമുണ്ട്. 2023 പൊതുവെ ലോകരാജ്യങ്ങളിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകുന്ന കാര്യത്തിൽ ഒരു കുറവനുഭവപ്പെട്ട സമയം കൂടിയാണ്. എന്നിട്ടും യു എയിൽ 35% വർധനവാണ് ഈ രംഗത്തുണ്ടായത്. എക്സാക്ട് കണക്കുകൾ എടുത്താൽ കഴിഞ്ഞ വർഷം 1323 ഗ്രീൻഫീൽഡ് നിക്ഷേപങ്ങളാണ് യു എയിലേക്ക് എത്തിയതെങ്കിൽ 1ാം സ്ഥാനത്തുള്ള അമേരിക്കയിലേക്ക് 2152 ഗ്രീൻഫീൽഡ് നിക്ഷേപങ്ങളാണ് എത്തിയത്. മാത്രമല്ല അറബ് പശ്ചിമേഷ്യൻ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ രംഗത്ത് 1ാം സ്ഥാനമാണ് യു എക്കുള്ളത് തന്നെ.